Good morning, students. ഇന്ന് നമ്മൾ നോക്കുന്നത് BA പൊളിറ്റിക്സുകാരുടെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ. അതിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. തേർഡ് ചാപ്റ്റർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ദിസ് ലെസൺ ഡീൽസ് വിത്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. അതായത് സാമ്പത്തികപരമായിട്ട് നമ്മുടെ രാജ്യം അതായത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വളർന്നിട്ടുണ്ടോ ഗ്രോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഔട്ട്ലൈൻസ് ദ മീനിങ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് മീനിങ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ്, എന്താണ് എക്കണോമിക് ഗ്രോത്ത്, ഈ രണ്ടിൻ്റെയും അർത്ഥങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. This lesson points out the difference between economic development and growth and also economic development scenario in India. ഇനി എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് എക്കണോമിക് ഡെവലപ്മെന്റും എക്കണോമിക് ഗ്രോത്തും തമ്മിലുള്ളത്, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് എക്കണോമിക് ഗ്രോത്ത് നോക്കാം. In general, the terms economic growth and economic development are used to express the same idea. പൊതുവെ പറയുമ്പോൾ നമുക്കറിയാം എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും അർത്ഥം ഏകദേശം സെയിം ആയിട്ട് വരും. അതായത് എക്കണോമിക് അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്, ഇത് പുരോഗമനം എന്നുള്ള രീതിയിലാണ് രണ്ട് ടേംസിൻ്റെയും എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയ. ബട്ട് ദ ടേം എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് മോർ കോംപ്രഹെൻസീവ് ഇൻ ഇറ്റ് സ്കോപ്പ്. പക്ഷേ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ സ്കോപ്പ് വൈസിൽ നോക്കുമ്പോൾ, അതിൻ്റെ വീക്ഷണം നോക്കുമ്പോൾ കുറച്ചും കൂടി കോംപ്രഹെൻസീവ് വൈഡ് റേഞ്ച് ആണ് ഗ്രോത്തിനേക്കാളും. ഗ്രോത്ത് മീൻസ് പെർസിസ്റ്റന്റ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. അതായത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. എത്രത്തോളം ജനസംഖ്യയുണ്ടോ നമ്മുടെ രാജ്യത്ത് അതിനെ എത്രത്തോളം വരുമാനമുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. സോ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉണ്ടാകുന്ന ഓരോ തവണയും ഉണ്ടാകുന്ന പെർസിസ്റ്റന്റ് തുടർച്ചയായി കാണപ്പെടുന്ന ഒരു വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. While development includes growth and structural changes like infrastructural, social and political in the country. അപ്പോൾ ഒരു രാജ്യത്തുണ്ടാവുന്ന രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ടെക്നിക്കലും അതേപോലെ ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ബേസിലുള്ള സ്ട്രക്ചറലും അതേപോലെ ഗ്രോത്തുമായിട്ടുള്ള ചേഞ്ചസുകളെയാണ്, മാറ്റങ്ങളെയാണ് നമ്മൾ ഡെവലപ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു മൈക്കൽ പി ടൊറാഡോ, economic growth is a steady process by which the productive capacity of the economy is increased over time to bring about rising level of national output and income. അതായത് മൈക്കൽ പി ടൊറാഡോ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റഡി പ്രോസസ്സാണ്. സ്റ്റഡി മീൻസ് എന്താ, തുടർച്ചയായിട്ട് ഒരേപോലെ സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. by which productive capacity of the economy is increased over time. അതായത് ഓരോ സമയവും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയുടെ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ കഴിവ് കൂടിക്കൊണ്ടേ വരുന്നു. to bring about rising levels of national output and income. അതുവഴി നമുക്ക് വരുമാനവും കൂട്ടാൻ സാധിക്കും, മൊത്തത്തിലുള്ള ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി അക്കോർഡിംഗ് ടു സൈമൺ ക്യൂസസ്, എക്കണോമിക് ഗ്രോത്ത് മേ ബി ഡിഫൈൻഡ് ആസ് എ ലോങ് ടേം പ്രോസസ്. പല എക്കണോമിസ്റ്റുകൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും. സോ സൈമൺ ക്യൂസിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ലോങ് ടേം പ്രോസസ്സാണ്. ഒരു കുറച്ച് നാളുകളിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. wherein the substantial and sustained rise in national income, total population and real per capita income takes. ആ ഒരു ടൈം പീരീഡിലാണ് നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു നാഷണൽ ഇൻകം ഗ്രോ ചെയ്യുന്നതും ടോട്ടൽ പോപ്പുലേഷനിൽ വർധനവ് സംഭവിക്കുന്നതും ഒപ്പം തന്നെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിലും ഇൻക്രീസ്മെന്റ് ഉണ്ടാകുന്നത്. സോ ഇതാണ് ഡെഫിനിഷൻ. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. Economic development refers to the process whereby total supply of goods and services of the society increases, leading towards improving living standard. Economic development എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഗ്രോത്ത് പോലെയുള്ളത് ഒരു പ്രോസസ്സാണ്.
ഈ പ്രോസസ് ഓഫ് ടൈമിൽ ടോട്ടൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിലുള്ള മൊത്തത്തിലുള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും സപ്ലൈ, വിറ്റ് വരവ്, ലീഡിങ് ടു, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അത് ഇംപ്രൂവ് ചെയ്യും, അതായത് വർദ്ധിക്കും. According to Michael P. Tornado, development must be conceived for as a multi-dimensional process. അപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സാണ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മേജർ ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്ട്രക്ചർ, popular attitudes and national institutions, as well as acceleration of economic growth, eradication of poverty and reduction of inequality in the wealth. So ഇവിടെ പറഞ്ഞ പോലെ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് നമ്മൾ പറയാൻ കാരണം സമൂഹത്തിൽ കാണപ്പെടുന്ന സ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും, അതുപോലെ ആറ്റിറ്റ്യൂഡുകളിൽ പ്രവണതകൾ മാറുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യും, അവരിൽ എക്കണോമിക് ഗ്രോത്ത് കാണപ്പെടും, അതേപോലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് തുടച്ചു നീക്കുന്നു, ഇൻഇക്വാലിറ്റി, അതായത് വെൽത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഇൻഇക്വാലിറ്റി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഇനി എന്തൊക്കെ തരത്തിലുള്ള സ്ട്രക്ചറൽ മാറ്റങ്ങളാണ് സംഭവിക്കുക? ചേഞ്ചസ് ഇൻ ദ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, അതായത് ജോലികളുടെ ആ ഒരു സ്ട്രക്ചറൽ ഫോമാറ്റിൽ വരുന്ന മാറ്റം. In economic development, there is decrease in the share of labor force in primary sector and increase in the share of labor force in the secondary sector. Primary sector, secondary sector, tertiary sector എന്ന് പഠിച്ചിട്ടുണ്ടാവും. Primary sector means എന്താണ്? Agriculture sector. Secondary എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെറിട്ടറി എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ. സോ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അധികവും ജോലി ചെയ്യപ്പെടുന്നത് പ്രൈമറി സെക്ടറിൽ നിന്നും മാറി അത് സെക്കൻഡറി സെക്ടറിലോട്ട് പോകും. അതായത് കൃഷി മേഖല വിട്ട് അഗ്രികൾച്ചറിൽ നിന്നും വ്യവസായശാലകളിൽ പണി തേടി പോകുന്ന ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഒക്യുപ്പേഷനിൽ കാണപ്പെടും. ആ സമയത്താണ് നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് വന്നു എന്ന് വിലയിരുത്താൻ സാധിക്കുക. രണ്ട്, ചേഞ്ചസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് നാഷണൽ ഔട്ട്പുട്ട്, അതായത് നാഷണൽ ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ പൊതുവെയുള്ള ഔട്ട്പുട്ടിന്റെ സ്ട്രക്ചറിലും മാറ്റം വരും. കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൈമറി സെക്ടർ ഇൻ ദ നാഷണൽ ഔട്ട്പുട്ട് ഫോൾസ് ആൻഡ് ദ ഷെയർ ഓഫ് പ്രൈമറി ആൻഡ് ടെറിട്ടറി സെക്ടർ സ്ലോലി ഗോസ് അപ്പ്. പ്രൈമറി സെക്ടറിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനേക്കാൾ ഉപരി കുറയല്ല ചെയ്യുന്ന, പതിയെ അത് കുറവ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ ടെറിട്ടറി സെക്ടറിലേക്കും സെക്കൻഡറി സെക്ടറിൽ നിന്നുമുള്ള ഷെയർ കുത്തനെ ഉയരുകയാണ് കാണപ്പെടുക. അതുകൊണ്ടാണ് നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിച്ചു എന്ന് പറയുന്നത്. സോ ഇനി ഔട്ട്പുട്ടായിട്ട് അതിനെങ്ങനെ റിലേറ്റ് ചെയ്യുന്ന, അതിൽ നിന്നും കിട്ടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് കൂടും. GDP, GNP എന്ന് കേട്ടില്ല. സോ GNP എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു അതിന്റെ ഔട്ട്പുട്ട് ത്രൂ ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടർ. ഇനി മൂന്നാമത് കാണുന്നത് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രീസിൽ ഉണ്ടാവുന്ന ഉൽപാദന രീതികളിൽ ഉണ്ടാവുന്ന സ്ട്രക്ചറിന്റെ മാറ്റം. There is an increase in the production of capital goods and decrease in the production of consumer goods. Capital goods ന്റെ പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ നമ്മൾ കൺസ്യൂമർ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതായത് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് ക്യാപിറ്റൽ ആയിട്ടുള്ള ഗുഡ്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂട്ടും. സോ വി ക്യാൻ എക്സ്പോർട്ട് ഓൾസോ ദാറ്റ്. അതായത് എക്സ്പോർട്ടിങ് നടത്തി കഴിയുമ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കും. സോ ആ ഏണിങ്സ് എക്കണോമിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഫോറിൻ ട്രേഡ്. The share of primary goods in the export decreases and the share of capital goods in the export increases. ഇതാണ് ഞാൻ നേരത്തെ പോയിന്റിൽ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ടൈം പീരീഡിൽ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഉൽപാദനം നമ്മൾ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ് നടത്തും. എക്സ്പോർട്ടിങ് വഴി നമുക്ക് ഇങ്ങോട്ട് മണി ഫ്ലോ, അതായത് ഇൻഫ്ലോ ഓഫ് മണി സംഭവിക്കുമ്പോൾ അത് എക്കണോമിക് ഡെവലപ്മെന്റ് സഹായകമാകും. ചേഞ്ചസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ടെക്നോളജി. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എക്കണോമിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്സ് മാറ്റിക്കൊണ്ട് ഓരോ സെക്ടേഴ്സിനും അനുയോജ്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു.
സോ ആ ഒരു ഇമ്പോർട്ടിംഗ് മീൻസ് കയറ്റുമതിയല്ല, ആ ഓരോ സെക്ഷൻസിലും നമ്മൾ പുതിയ ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നത് വഴി എക്കണോമിയുടെ സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യും. എക്കണോമിയിലുള്ള സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിച്ചു എന്നാണ് അർത്ഥം. Change in the social and institutional sector. Due to economic development, there is an increase in the self-esteem and living standard of the population. അതായത് ഓരോ സമൂഹത്തിലെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സെക്ടേഴ്സ് വർദ്ധിക്കുന്നു എന്ന് പറയൽ, മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ സ്വയം ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ജീവിത നിലവാരത്തെ ഉയർത്താൻ അതിന് സാധിക്കും. ഇനി ഡെവലപ്മെന്റ് ഈസ് മെഷേർഡ് ബൈ ഔട്ട്കം. നമുക്കറിയാം ഡെവലപ്മെന്റ് നമ്മൾ അളക്കുന്നത് അതിന്റെ ഔട്ട്കമിൽ നിന്നുമാണ്. അതായത് പുറമേ എന്ത് കാണപ്പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെവലപ്മെന്റ് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. A reduction of poverty, inequality, and unemployment and economic growth within a growing economy points to successful development outcome. അതായത് ഡെവലപ്മെന്റ് ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് നടന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ഔട്ട്കം വഴിയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഉണ്ടായിരുന്ന ദാരിദ്ര്യരേഖയുടെ നിലവാരം എന്തോരമായിരുന്നു, അതിൽ കുറവ് സംഭവിക്കുക, ഇൻഇക്വാളിറ്റിയിൽ കുറവ് സംഭവിക്കുക, അൺഎംപ്ലോയ്മെന്റ് ജോലി സാധ്യത ജോലികൾ കിട്ടാതിരിക്കുക എന്നുള്ള സിറ്റുവേഷൻ മാറി എല്ലാവർക്കും ജോലി സാധ്യതകൾ വന്നു തുടങ്ങുക, സാമ്പത്തിക വളർച്ച സംഭവിക്കുക, ഇതെല്ലാം നമ്മളെ പോയിന്റ് ചെയ്യുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിലോട്ടാണ്. ഇനി എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഈ ഫാക്ടേഴ്സിലും വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. എന്താണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം? എക്കണോമിക് ഗ്രോത്ത് ഈസ് ആൻ ഇൻക്രീസ് ഇൻ റിയൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് GDP-നെ പറയുക. അതായത് ഡൊമസ്റ്റിക്കലി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുകേനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. GDP-യിൽ വർധനവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്കണോമിക് ഗ്രോത്ത് ആണ്. ഇനി GDP is just one dimension of development and so is a narrow measure of economic welfare. GDP എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിച്ചു എന്ന് കാണിക്കുന്നതിൽ ഒരൊറ്റ രീതിയിലുള്ള ഡയമെൻഷൻ മാത്രമാണ്. സോ അതുകൊണ്ട് നമുക്ക് എക്കണോമിക് വെൽഫെയർ ഉണ്ടായി എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരു നാരോ വ്യൂ പോയിന്റ് ആണ്. Economic growth is achieved by increasing the quantity of resources through investment quality of resources. Through trading and R&D, economic growth can be illustrated by a shift to the right of purchasing power party, but this is itself does not bring about development. അതായത് എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്ത് ഇൻക്രീസ് ഉണ്ടായത്, അതായത് റിസോഴ്സസിൽ ഇൻക്രീസ് ഉണ്ടാവുക, ഇൻവെസ്റ്റ്മെന്റിൽ വർധനവ് സംഭവിക്കുക, R&D എക്കണോമിക് ഡെവലപ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക. ഇതുകൊണ്ട് നമുക്ക് പർച്ചേസിംഗ് പവർ കൂട്ടാൻ സാധിക്കും. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അതായത് എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പോപ്പുലേഷൻ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അൺഎംപ്ലോയ്മെന്റ് മാറണം, ഇൻഇക്വാലിറ്റി മാറണം, അതേപോലെ തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇക്വാലിറ്റിയും കിട്ടണം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എക്കണോമിക് ഗ്രോത്ത് നടന്നു എന്ന് പറയാൻ സാധിക്കൂ. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ് is a broader and to do with key aspects of economic human well-being. മനുഷ്യരുടെ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിച്ചിരിക്കണം. എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിക്കണമെങ്കിൽ അവിടെ സസ്റ്റൈനബിൾ എക്കണോമിക്, അതായത് എപ്പോഴും തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം. പോവേർട്ടിയുടെ നമ്പറിൽ, അതായത് റേറ്റിൽ റിഡക്ഷൻ സംഭവിക്കണം. ഇൻഇക്വാലിറ്റിയുടെയും അൺഎംപ്ലോയ്മെന്റിന്റെയും എല്ലാത്തിന്റെയും ആ ഒരു നമ്പറിൽ റിഡക്ഷൻ സംഭവിക്കണം. അതേപോലെ ലൈഫ് എക്സ്പെക്ടൻസി കൂടണം, അതായത് ജീവിത ടൈം, അതായത് ടൈം പീരീഡ് അത് കൂടണം. എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് വർദ്ധിക്കണം. അതേപോലെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ചോയ്സുകൾ കൂട്ടണം. ഇപ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇനി മെയിൻ ആയിട്ട് കാണപ്പെടുന്ന മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ പ്രോഗ്രസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസസ്. മെറ്റീരിയൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് ഡസ് നോട്ട് നിയർലി മീൻസ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കില്ല.
Non-material progress എന്ന് പറയുമ്പോൾ improvement in social, political and cultural factors with respect to increased life. അതായത് ലൈഫ് എക്സ്പെൻസീവ് വർദ്ധിക്കുക, വിദ്യാഭ്യാസം കൂടുതൽ ലഭിക്കുക, സ്റ്റാർവേഷൻ മാറുക, ഫ്രീഡം കിട്ടുക, ഇതൊക്കെയാണ് നോൺ മെറ്റീരിയൽ പ്രോഗ്രസ്സിൽ പെടുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് പോയിന്റ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എങ്ങനെ സംഭവിച്ചു നോക്കാം. ഓരോ വർഷത്തിന്റെ കാലയളവിന്റെ ബേസിസിലാണ് എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിൽ സംഭവിച്ചത് കാണിക്കുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഫോളോഡ് സോഷ്യലിസ്റ്റിക് inspired policies for most of its independent history, including state ownership of many sectors. അതായത് പല സെക്ടേഴ്സിന്റെയും സഹായത്താലാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്ത്യക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് കൈവരിക്കാൻ സാധിച്ചത്. അത് സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള പോളിസികളുടെ അനുയോജ്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ്. India's 18th per capita income increased at only 1% annualized rate in the 3 decades after its independence. ഇൻഡിപെൻഡൻസിന് ശേഷം 18% മാത്രമായിരുന്ന പെർ ക്യാപിറ്റ ഇൻകത്തിൽ വെറും 1% മാത്രമായിരുന്നു വർധനവ് സംഭവിച്ചത്. പിന്നീട് 2000 കാലഘട്ടത്തിൽ വന്നപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 7.5% ആവുകയും അത് പിന്നീട് 2008 ആ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ആനുവലൈസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. 2011 ആ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഫണ്ടമെന്റൽ മാർക്കറ്റ് റിഫോം ചെയ്ത് ഇന്ത്യ ഏകദേശം 10% ഉയർവ് എക്കണോമിക് ഗ്രോത്തിൽ കാണിച്ചിട്ടുണ്ട്. According to Index of Economic Freedom, World Banking, an annual survey of economic freedom of nations, India's rank 123rd as compared with China and Russia with rank 138 and 144th respectively in 2012. 2012 എക്കണോമിക് ഫ്രീഡം വേൾഡ് ബാങ്കിങ്ങിന്റെ സർവേ പ്രകാരം എക്കണോമിക് ഫ്രീഡംസ് ഓഫ് നേഷൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ 1123ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് ലഭിച്ചത്. During 2014-15, India's service sector grew by 10.1%, manufacturing sectors 7.1% and agriculture 0.2%. ഇപ്പോൾ 2015-16 കാലഘട്ടത്തിലാണെങ്കിൽ 8.1 to 8.5% ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് സംഭവിക്കുന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഗ്രോത്ത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സെക്ടേഴ്സിലും ഗ്രോത്ത് സംഭവിച്ചിരിക്കണം. അതായത് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ടെറിട്ടറി സെക്ടർ. സോ അഗ്രികൾച്ചർ സെക്ടറിൽ എങ്ങനെയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഇത്രയും വരെ ഗ്രോ ചെയ്തതെന്ന് നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് വൈഡ് ഇൻ ഫാം ഔട്ട്പുട്ട്. ഇന്ത്യ എന്ന് പറയുന്നതാണ് ഫാം ഔട്ട്പുട്ടിൽ ഫസ്റ്റ് വേൾഡ് വൈഡ് റാങ്കിൽ നിൽക്കുന്നത്. Agriculture and allied sectors like forestry, logging and fishing accounted for 18.6% of the GDP in 2005, employed 19.60% of the total workforce, and despite a steady decline of its share in the GDP, is still the largest economic sector and plays a significant role in the overall economic development and social development of India. അപ്പോൾ ഏകദേശം 2005 GDP റേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അഗ്രികൾച്ചറും അതേപോലെ അതുമായി ബന്ധപ്പെട്ടിരുന്ന ഫിഷിംഗ്, ലോഗിങ്, ഫോറസ്ട്രിയിൽ നിന്നും നമുക്ക് 18.6% ഗ്രോത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. Government has implemented various schemes to raise investment in marketing infrastructure. അപ്പോൾ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടന്നാലാണ് ഗ്രോത്ത് സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റും കുറെ അധികം സ്കീമുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. Among these schemes അതിൽ construction of rural godowns, market research and information development network and development, strengthening of agricultural marketing and infrastructure, gardening and standardization. ഈ ഒരു സ്കീംസ് ഒക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇറക്കിയിരിക്കുന്നത്. ഇതുവഴി ഇൻവെസ്റ്റ്മെന്റ് ഓരോ മേഖലകളിലും ലഭിക്കുന്നതായിരിക്കും. ഇനി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എങ്ങനെ സംഭവിച്ചു നോക്കാം. India is 10th in the world in factory output. അതായത് ഫാക്ടറികളിൽ നിന്നും കിട്ടുന്ന ഉൽപാദനക്ഷമതയിൽ ഇന്ത്യ എന്ന് പറയുന്നത് 10ാം സ്ഥാനത്താണ് ലോകത്തിൽ. അപ്പോൾ അതിൽ വെച്ച് നമ്മൾ കമ്പാരിസൺ എടുക്കുമ്പോൾ ഏകദേശം 27.6% GDP ആണ് അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. In recent years, India's cities have contributed to liberalize but excessive and burdensome some
business regulations remain a problem in some cities like Kochi and Kolkata. നമ്മുടെ കൊച്ചി കൊൽക്കത്ത എന്ന് പറയുന്ന ബൂമിംഗ് സിറ്റീസിൽ കുറച്ച് ബിസിനസ് റെഗുലേഷൻസിന്റെ കാരണം കൊണ്ട് മാത്രമാണ് കുറച്ച് ലിബറലൈസേഷൻ അവിടെ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോസ്റ്റ് ലിബറലൈസേഷനിൽ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ വിച്ച് വാസ് യൂഷ്വലി റൺ ബൈ ദ monopolies of the old family firms and required political connection to prosperize are faced within foreign competition. അപ്പോൾ ഇന്ന് എല്ലാ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലകളിലും ലിബറലൈസേഷന്റെ ഹെൽപ്പ് കൊണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ടു മൂവ് ഓൺ ഇന്ത്യ ടു ദ ഗ്രേറ്റർ എക്കണോമിക് ഗ്രോത്ത് പാത്വേ. ഇനി സർവീസ് സെക്ടേഴ്സ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് സർവീസ് സെക്ടറിന്റെ ഔട്ട്പുട്ടിൽ 15th പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ IT ഇൻഡസ്ട്രി അതേപോലെ മറ്റ് അതിന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളെല്ലാം ഏകദേശം GDP-ലോട്ട് 1% എങ്കിലും ഒരു അച്ചീവ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ത്യസ് റിസോഴ്സ് കൺസംഷൻ ഓയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്ത്യ കൺസ്യൂം ദ സെക്കൻഡ് ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് ഓയിൽ ഇൻ ഏഷ്യ പസഫിക് റീജിയൻ ബിഹൈൻഡ് ചൈന. ചൈനയെക്കാളും തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളാണ് ഇന്ത്യ. അതായത് പുറമെ ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ കളക്ട് ചെയ്യുന്ന വ്യക്തികളാണ്. This combination of rising oil consumption and fairly unvarying production level leaves India highly dependent on imports to meet the consumption need. പക്ഷെ ഇത് നമ്മളെ ഇന്ത്യയെ ഡിപ്പെൻഡന്റ് ആക്കി മാറ്റുന്നുണ്ട്. ഇനി സെക്ടർ ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. സെക്ടർ ഓർഗനൈസേഷൻ ഓയിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ സെക്ടേഴ്സിലും എന്തോരം വർധനവ് കൊണ്ടുവന്നിട്ടെന്നാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് വൈസിൽ നമുക്ക് ലേബർ ഓർഗനൈസേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരിയധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നിലനിൽക്കുന്നില്ല. കാരണം എല്ലാ സെക്ടേഴ്സിലും നമുക്ക് ജോലി കൊടുക്കുന്നതുകൊണ്ട് ലേബേഴ്സ് കൂടുതലായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. സോ ആ ഒരു സെക്ഷനിൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ BA പൊളിറ്റിക്സുകാരുടെ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന്റെ 3rd ചാപ്റ്റർ. എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആക്കണം കേട്ടോ.